പക്ഷേ ഈ 84-ല് ഈ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഷിഫ്റ്റ് എവിടെയായിരുന്നു? മറ്റേ ഈ പൊളിറ്റിക്കൽ സോഷ്യൽ സെറ്റയർ. കാരണം ആദ്യത്തെ സിനിമകളൊക്കെ ഭയങ്കര അക്കരനിലമാരൻ, ഓടരമ വളരെയാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പടങ്ങൾ, അങ്ങനത്തെ ലൈറ്റ് കോമഡി പടത്തിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഈ അത് മനഃപൂർവ്വം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? കഥ ആലോചിച്ചപ്പോ ചോദ്യം ഈ ശ്രീചേട്ടാ, ഇപ്പം ശ്രീചേട്ടന് 72 വയസ്സായില്ലേ? എത്ര വയസ്സായി? 73 പോകുന്നു. അപ്പോൾ നമുക്ക് ശ്രീചേട്ടൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പം മമ്മൂക്കാനൊക്കെ നമ്മൾ കാണുന്നില്ലേ, നല്ല ആരോഗ്യമായിട്ട് നിൽക്കുകയാണ്. ഈ ശ്രീചേട്ടൻ ഈ വലിയ ജൈവ രീതിയിൽ ഫുഡൊക്കെ ആയിരുന്നു. ഫുഡ് ഭയങ്കര കൃത്യമായിട്ടൊക്കെ നോക്കായിരുന്നു. ഈ ഇങ്ങനെയൊക്കെ ഈ മാറിപ്പോയത് നല്ല സ്മോൾ ഇടിയൊക്കെ ആയിരുന്നു. പുകവലി ഒറ്റക്കാരനല്ലേ, മറ്റൊന്നുമല്ല. അസൂയ ഉണ്ടോ അവരോടൊക്കെ? നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ജീവിക്കുന്നവരോട് അസൂയ ഉണ്ടോ? അതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തൊരു, അങ്ങനെയല്ല, ആരോഗ്യവാനായി ഇരിക്കുന്ന അസൂയ ഉണ്ടോന്ന് ചോദിച്ചു. അതെ, അങ്ങനത്തെ ഇതൊന്നും. മമ്മൂട്ടിയോടാണോ മോഹൻലാലിനോടാണോ ഏറ്റവും ഇഷ്ടം? മറ്റേ കുനിഷ്ഠ ചോദ്യങ്ങളാണ്. ആരോടാ ഏറ്റവും? വിശദമായി പറഞ്ഞാൽ പിടികിട്ടു. അതാണ് സിമ്പിൾ ക്യാരക്ടേഴ്സ് അല്ല പറയും രണ്ടുപേരും. അതെ, പക്ഷെ അതിന് ആരാ നല്ല നടനായി തോന്നിയിട്ടില്ല ശരിക്കും? അത് മോഹൻലാൽ ആണല്ലേ, അതൊക്കെ അല്ലേ ആരോടാ കൂടുതൽ ഇഷ്ടം? സത്യനും അച്ഛൻ ആ സമയത്ത് 86 തൊട്ട് 19 ഇടയിൽ സത്യനങ്ങളിന് വേണ്ടിയിട്ടും പ്രിയനങ്ങളിന് വേണ്ടിയിട്ടും രണ്ടുപേർക്കും എഴുതിയിട്ടുണ്ടല്ലോ. ശരിക്കും നല്ല സ്റ്റോറി ടെലർ, അല്ലെങ്കിൽ സിനിമ വിഷ്വലി ഇരുന്ന സമയത്ത് ഏറ്റവും നല്ല സ്റ്റോറി ടെലർ ആയിട്ടാണ് തോന്നിയത് രണ്ടുപേരും. ഭയങ്കര വ്യത്യാസം, അല്ലെങ്കിൽ അച്ഛൻ്റെ കഥകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിഷ്വൽ ചെയ്ത ചില പടങ്ങൾ പ്രിയനും ചില പടങ്ങൾ സത്യനും, അങ്ങനെ പറയാൻ പറ്റും. സത്യനെന്ന് പ്രിയനെന്ന് ചില പടങ്ങൾ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പൊ കിലുക്കം എന്ന് പറയുന്ന പടം തെന്മാവൻ കൊമ്പത്ത്, അതൊന്നും ഞാൻ എഴുതിയതല്ല. ഈ ചിത്രം അച്ഛൻ എഴുതിയിട്ടുണ്ടോ? അല്ല, ഗോസ്റ്റ് ഒന്നും എഴുതിയില്ല. കുറെ പടങ്ങൾ ഗോസ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടില്ല. അത് ഇല്ല. ചിത്രത്തിൽ മറ്റേ ഇത് തേങ്ങയല്ല, ഇത് അതൊക്കെ പ്രിയുണ്ട്. പക്ഷെ അതൊക്കെ അച്ഛൻ്റെ ടൈപ്പ് ഓഫ് ഹ്യൂമർ പോലെ അങ്ങനെ നമുക്ക് അതാണ്. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ ഒരു സമയത്തുള്ള കുടുംബ ചിത്രങ്ങൾ പോലെയാണ് വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്, ഇത്തരം സിനിമകളുണ്ടോ? അതിലെല്ലാം കുടുംബ പശ്ചാത്തലമാണ് പറയുന്നത്. ക്യാരക്ടർ മാറുന്നു മാത്രമേ ഉള്ളൂ. അത് മനഃപൂർവ്വമാണോ? കുടുംബ ഇങ്ങനെ ഒരു സിനിമ വേണമെന്ന് തീരുമാനിച്ചെടുക്കുവാണ്? അല്ല, അത് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ മിഥുനം, സന്മനസ്സുള്ള, വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്. പക്ഷേ എൻ്റെ ബേസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഫാമിലി സ്ട്രഗ്ലിങ്, നായകൻ സ്ട്രഗ്ലിങ്, ചെറിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ, ഫാമിലിക്കകത്ത് ചെറിയ ബ്രോക്കൺ ഫാമിലിക്കുള്ളിൽ ഫ്രിക്ഷൻ. ഇതിന്റെ ക്യാരക്ടേഴ്സും ഇവരുടെ ജോലിയും പരിപാടിയും മാത്രമല്ല, പരിസരം മാത്രമല്ല ആക്ച്വലി മാറ്റി. സിനിമ ഞാൻ ഡയറക്റ്റ് ആലോചിച്ച പടമാണ്. ഒരു ബക്കറ്റുമായിട്ട് സിന്ധു വരുന്നതാണ്. നമ്മൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ താഴെ പോവുമോ? ലിബർട്ടി ബഷീറാണ് പ്രൊഡ്യൂസർ. അപ്പോൾ സാധ്യമൊക്കെ പറഞ്ഞ് ഏകദേശം എത്ര പൈസയാണ് പോകുന്ന അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറും കൂടി വന്നു എൻ്റെ ചിന്തയിൽ. എൻ്റെ അക്കാര്യം പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇതെല്ലാം കേട്ടിട്ട് കോസ്റ്റ് അങ്ങനെ കൂടുതലാണ്,
അവനെ പെങ്ങളെടുക്കുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 20 വർഷം എന്നോട് പറയും കോസ്റ്റ് അങ്ങനെ കൂടുതലാണ്. വെട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കാതിരുന്ന കോസ്റ്റൊന്നും വരില്ലല്ലോ. അച്ഛൻ ഡയറക്റ്റ് ചെയ്തിരുന്നാണ് ഇതിന്. ഇതിന് 90 ഇതിനും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഇതിന്റെ സിനിമ പടം ഇങ്ങനെ വന്നപ്പോൾ മാറ്റി. അപ്പൊ വടക്കു നോക്കേന്ദ്ര യന്ത്രം കഴിഞ്ഞിട്ട് ചെയ്യാനിരുന്ന സിനിമ, ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇതിനായിരുന്നു. അല്ല ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ മിഥുനം, വെള്ളാനങ്ങളുടെ നാട്, ഇത് രണ്ടും ഒന്നിനകത്ത് ദാക്ഷായണി ബിസ്ക്കറ്റ്, മറ്റേനകത്ത് PWD കോൺട്രാക്ടർ, വീട്ടിൽ കുടുംബക്കാർ തമ്മിൽ പ്രശ്നം, ചെറിയ പൊളിറ്റിക്സ്, രണ്ടിന്റെയും കഥ എന്ന് പറയുന്നത് അതിന്റെ ബേസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബേസ് കഥ എന്ന് പറയുന്നത് ഒന്നല്ലേ രണ്ടിന്റെയും, മിഥുനവും വെള്ളാനങ്ങളുടെ നാടും. എന്നുവെച്ചുകഴിഞ്ഞാൽ അതിൽ സ്ട്രഗ്ലിങ് മറ്റേ PWD കോൺട്രാക്ടർ വീടുമായിട്ട് കുറച്ചേ അല്ല, വീട്ടില് ഇവര് കുടുംബക്കാരുമായിട്ട് മറ്റേ കരമനൻ ചേട്ടനൊക്കെ ആയിരുന്നല്ലേ, അവരൊക്കെ ഇതിലായിരുന്നല്ലേ. മിഥുനത്തില് മറ്റേ ഇന്നസെന്റ് ഞങ്ങളും ജഗചേട്ടനൊക്കെ ആയിരുന്നു ഇപ്പുറത്ത് ഫാമിലിയിൽ. ഈ മറ്റേ അച്ഛൻ ഈ മറ്റേ തീരെ പരിചിതമല്ലാത്തൊരു ഇതായിരുന്നില്ലേ മറ്റേ കഥാപശ്ചാത്തലത്തിലെ ചമ്പക്കുളം അച്ഛൻ. അച്ഛൻ ആ ഏരിയ അച്ഛൻ എഴുതിയതല്ലേ ചമ്പക്കുളം അച്ഛൻ. അതപ്പോൾ അതിന് എഴുതുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുകയോ റിസർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആള് ഭരതനാട്യം ഒരു കുട്ടനാട് ബേസ് ചെയ്തിട്ട് ഒരു കഥ സിനിമയാക്കണമെന്ന്. അപ്പൊ ജോൺ ബോളോ മറ്റായിരുന്നു. അച്ഛൻ ആ ഏരിയ അധികം ഇല്ല വലിയ ബന്ധമില്ല. അപ്പോ ആ സിനിമയിൽ ഭരത് ഗോപിയൊക്കെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പേരൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന കാലത്തിന് അത് അവർ വേണ്ടെന്ന് വെച്ചു. ഞാനീ കഥ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ കുട്ടനാട്ടിൽ കുറച്ച് സിനിമ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വലിയൊരു തമാശയുണ്ട്. അതിലെ നെടുമുടിയുടെ ആദ്യത്തെ സീന് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ആ സീനുമായിട്ട് എഴുതിയ സീനുമായിട്ട് കക്ഷത്തിൽ വെച്ച് അപ്പം എഴുതാണ്. കക്ഷത്തിൽ വെച്ച് ലൊക്കേഷൻ ചെന്നപ്പോൾ നെടുമുടി ആ പേപ്പർ കക്ഷത്തിൽ പിടിച്ചു വെച്ച് വാങ്ങിച്ചിട്ട് പുള്ളി മുഴുവൻ വായിച്ചു. പുള്ളിയുടെ സിനിമ. എന്നിട്ട് ഇതെങ്ങനെ ഒപ്പിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ തകഴിയുടെ മറ്റേ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം ഇഷ്ടംപോലെ വായിക്കാറുണ്ട്. ഞാൻ ഗംഭീരമായ വായന എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു അടിത്തറ അതാണ്.